നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് വെറൈറ്റി ഫില്ലിങ്ങോട് കൂടി ഒരു അടിപൊളി ക്രിസ്പി ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്താലോ. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ബട്ടർ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞതും, അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഭാഗവും എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചോപ്പറിലിട്ടിട്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാതെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫ്രൈ ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാനുള്ള മടി കാരണം ആ ഒരു പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ക്രീമി ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ ടോട്ടൽ 1 കപ്പ് പാലാട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്ലൈസ്ഡ് ചീസും കൂടെ അത് ചേർക്കുക. നിർബന്ധമില്ല, അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി കേട്ടോ. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ മസ്റ്റായിട്ടും ചേർക്കണം, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു നല്ല ലൂസും ആവരുത് എന്നാൽ നല്ല ടൈറ്റും ആവരുത്, ആ രീതിയിലുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതായി ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കുക, ചെറിയ തീയിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സിലിക്കൻ്റെ ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ബ്രഷ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിലാക്കി എടുക്കുക. എന്നാലേ നമുക്ക് നല്ല തിന്നായിട്ട് കിട്ടുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന പോലെ ചെയ്യാം. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഈ രീതിയിലാകുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ദോശയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം ആവുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, അവിടെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉണ്ടാക്കിയെടുത്ത് ഓരോ ഷീറ്റും നമുക്ക് ഇങ്ങനെ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഒട്ടും പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ഷീറ്റും എടുക്കാം. ഇങ്ങനെ ഹോൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോൾ അത് ഹോൾസൊക്കെ അത് പോകും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ചിട്ട് 2 ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒട്ടിക്കുന്ന ഭാഗത്ത് കുറച്ച് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ രീതിയിൽ റോൾ ചെയ്തെടുക്കാം. നമ്മൾ സ്പ്രിംഗ് റോളൊക്കെ ചെയ്തെടുക്കില്ല, ആ രീതിയിൽ ഹോം മെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവണേ, അതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകുമൊന്നും ഇല്ല കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ സ്നാക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഷീറ്റ് തയ്യാറാക്കിയിട്ട് ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് റെഡിയാക്കിയ ഫില്ലിംഗ് നിങ്ങൾക്ക് മാറ്റി ചെയ്യാം. പക്ഷേ ഈ ഒരു ഫില്ലിംഗ് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.